Namaskaram, Chelsea fans, football fans. Welcome back to Chelsea Current Channel. Chelsea versus Newcastle കാർബാവോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽസ് വിശേഷങ്ങളുമായിട്ട് ഏവർക്കും സ്വാഗതം. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. പക്ഷെ ഓൺ ദ പേപ്പർ എങ്ങനെ നോക്കിയാലും അഡ്വാൻറ്റേജസ് ന്യൂകാസിൽ തന്നെ. കാരണം വേറെ ഒന്നുമല്ല, അവർ കഴിഞ്ഞ കളി നമ്മളെ ഇട്ട് പഞ്ഞിക്കിട്ടതാണ്. പോരാത്തതിന് അവർ നല്ലൊരു ഫോമിലാണ്. യെസ്, അവര് സിരിയാണ്. അവര് ചാമ്പ്യൻസ് ലീഗിൽ അവര് മിലാനായിട്ട് തോറ്റു എന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ ഫോം അത്യാവശ്യം നല്ല ഫോമാണ്. ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ട് കളിക്കുന്ന ഒരു ടീം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ബട്ട് ഈ ബട്ടിന്റെ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ദിസ് ഇസ് എ നോക്കൌട്ട് ഗെയിം. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസും ഡിഫറെന്റ് പ്രഷറും തന്നെയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേറൊരു വൈബ് തന്നെയാണ് നോക്കൌട്ട് ഗെയിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ചെൽസിയുടെ മേലിലുള്ള പ്രതീക്ഷ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.5-3 കാര്യങ്ങളിലാണ്. 2.5-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ, നമ്മൾ ഷെഫീൽഡ് യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരത്തിൽ രണ്ടാം പകുതിയിൽ നമ്പർ 10 റോളിൽ കളിച്ചത് ശരിക്കും പറഞ്ഞാൽ റഹീം സ്റ്റേർലിംഗ് ആയിരുന്നു. അപ്പൊ റഹീം സ്റ്റേർലിംഗും പാൽമറും തന്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഷെഫീൽഡ് യുണൈറ്റഡ് ഡിഫൻഡേഴ്സിനിടയിൽ ഉണ്ടായി. ആദ്യ പകുതിയിൽ നമ്മൾ വളരെ ഫ്ലാറ്റ് ആയിരുന്നു. വളരെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവരവിടെ തന്നെ നിൽക്കുന്നു, എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ ആയിരിക്കും ന്യൂകാസലിനെതിരെ ഇറങ്ങാൻ പോകുന്നത്. കാരണം പാൽമർ ആസ് എ പ്യുവർ നമ്പർ 10 ക്ലിക്ക് ആവുന്നില്ല. നേരെ മറിച്ച് ആസ് എ റൈറ്റ് വിങ്ങർ കട്ടിങ് ഇൻസൈഡ് ആ ഹാഫ് സ്പേസ് യൂസ് ചെയ്യുന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ പാൽമർ വിൽ ലുക്ക് റിയലി ഷാർപ്പ്. സ്റ്റേർലിംഗിന് അതുപോലെ തന്നെ ബോൾ കിട്ടി, ബോൾ എടുത്ത് ഡ്രൈവ് ചെയ്യാൻ അറിയാം. ഹി ക്രിയേറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് കെയോസ്. ആ കെയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലാണ് സ്റ്റേർലിംഗ് എങ്കിൽ അത് നമുക്ക് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആവുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ രണ്ടൊരു പോയിന്റ്, സ്റ്റേർലിംഗിന്റെ നമ്പർ 10 റോളും പാൽമർ ഈ പറയുന്ന പോലെ റൈറ്റ് വിങ്ങിന്റെ ഇൻസൈഡ് ഫോർവേഡിൽ കളിക്കുന്ന റോളും. രണ്ടാമത്തെ കാര്യം എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈസെഡോന്റെ പെർഫോമൻസ് വാസ് റിയലി ഗുഡ്. വളരെ നല്ല രീതിയിൽ കൈസെഡോ തന്റെ ഒരു ലോൺ ഡിഫൻസീവ് മിഡ്ഫീൽഡർ കളിക്കേണ്ട രീതിയിൽ കളിച്ച പോലെയായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ നേരിട്ടാണല്ലോ കളി കണ്ടത്. അപ്പൊ നേരിട്ട് കാണുന്ന ഒരു ഫീലിംഗ് ഭയങ്കര വേറെയായിരുന്നു. പക്ഷെ എനിക്ക് ആ നേരിട്ട് കണ്ടപ്പോൾ ഹി വാസ് കൺട്രോളിംഗ് ദി എൻറ്റയർ ആസ്പെക്ട്. ഒരു പക്ഷേ ആ ഒരു പൊസിഷനിലേക്ക് പുള്ളിക്കാരൻ വളർന്നു വന്നു എന്നുള്ളൊരു ഫീലിംഗും. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന 2.5-3 പോയിന്റ്, കോണർ ഗാലഹറും കൈസെഡോയും ഭയങ്കര അടുത്ത് വെച്ചിട്ടാണ് കളിച്ചത്. അതായത് അവർ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നില്ല. മറ്റേ പൊതുവെ നമ്മുടെ ടീമിൽ കൈസെഡോ ഒറ്റപ്പെട്ടിട്ട് ബാക്കി എല്ലാവരും എവിടെ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ വളരെ കോമ്പാക്ട് ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഷെഫീൽഡ് യുണൈറ്റഡിന് അധികം കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കൗണ്ടർ പ്രസ് ചെയ്യുന്നുണ്ടു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷെഫീൽഡ് യുണൈറ്റഡ് അതുകൊണ്ട് വലുതായിട്ട് നമ്മൾക്ക് എടുത്ത് പറയാനില്ല. ബട്ട് വാട്ട് ഐ സോ ഓൺ ദ പിച്ച്, അത് നമുക്ക് ന്യൂകാസലിനെതിരെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, വി ഹാവ് ദ ക്വാളിറ്റി, വി ഹാവ് ദ പ്ലെയേഴ്സ്, നമുക്ക് അവരോട് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളത് തന്നെ. പക്ഷെ എന്തായാലും അഡ്വാൻറ്റേജസ് ന്യൂകാസൽ എന്നുള്ളത് യാതൊരു സംശയമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂകാസൽ തോറ്റു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എൻ അപ്സെറ്റ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചെൽസി അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഇല്ല. മുഡ്രിക് ഇസ് നോട്ട് 100% ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു അങ്ങനെ ഇലക്ട്രിക് വിങ്ങർ അല്ല. ചില സമയത്ത് അവന്റെ ഗ്ലിംസസ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ നമ്മുടെ റൈറ്റ് ബാക്കായിട്ട് ആരാണ് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. ദിസാസി ആണോ മാലോ ഗുസ്റ്റോ ആണോ? മാലോ ഗുസ്റ്റോ 100% ഫിറ്റ്, ക്ലിയർ ടു ബി ഫിറ്റ്. അപ്പോൾ മാലോ ഗുസ്റ്റോ ആണോ റൈറ്റ് സൈഡിൽ ഇറങ്ങാൻ പോണേ? ലെഫ്റ്റ് ബാക്ക് ഒന്നാലും ലെവി കോൾവിൽ തന്നെയായിരിക്കും. അപ്പൊ റൈറ്റ് ബാക്ക് ആയിട്ട് ആരായിരിക്കും കളിക്കും എന്നുള്ളൊരു ചോദ്യം. കാരണം ആന്റണി ഗോർഡൻ ഉണ്ട് അവിടെ. പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് ദിസാസി ആണെന്നുണ്ടെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല. പുള്ളിക്കാരൻ അവിടെ പോയി ഓവർലാപ്പ് ചെയ്ത് ക്രോസ് ഇടുന്ന തരത്തിലുള്ള റൈറ്റ് ബാക്ക് അല്ല. ദിസാസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മാലോ ഗുസ്റ്റോന് അതുപോലെ ചെയ്യാൻ അറിയാം. അപ്പൊ അതൊരു ചോദ്യമായി മാറും. അപ്പൊ നമ്മൾ അറ്റാക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് പ്രിഡിക്റ്റബിൾ ആയിട്ട് ഒരു അറ്റാക്ക് ആവുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ ബിക്കോസ് ന്യൂകാസൽ ഇസ് ഹൈ പ്രസിംഗ് ടീം, ഒരു ഹൈ ഇന്റൻസ് ടീം ആയതുകൊണ്ട് കുറെ ഓപ്പൺ ചാൻസസ് ഉണ്ട്. ഞാൻ ടിപ്പിക്കലി ഹൈ ഇന്റൻസ് ടീമിനെതിരെ നമ്മൾ നല്ലോണം കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ന്യൂകാസൽ നമ്മളെ പഞ്ഞിക്കിട്ടാണ്. അപ്പൊ അത് നമ്മൾ ബഹുമാനിക്കേണ്ട സ്ഥലത്ത് നമ്മളത് ബഹുമാനിച്ചേ പറ്റൂ, അംഗീകരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, അല്ലെ? അപ്പൊ അതും നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നീട് നമ്മുടെ ഡിഫൻസീവ് പാർട്ട്ണർഷിപ്പ് സിൽവ ബാദിയഷലാണോ ദിസാസി ബാദിയഷലാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു ബി സിൽവ ബാദിയഷൽ, യാതൊരു സംശയമില്ല. കോൾവിൽ ആസ് എ ലെഫ്റ്റ് ബാക്ക് ശരിക്കും അവന്റെ പൊസിഷൻ അല്ല. ഇയാൻ മാറ്റസൺ ആണെങ്കിൽ അവിടോട്ട് കളിപ്പിക്കുന്നുമില്ല. നോണി മാഡ്യൂക്ക് ഈസ് ഫുള്ളി ഫിറ്റ് ആൻഡ് എൻകുങ്കു ഇസ് ഓൾസോ ഫുള്ളി ഫിറ്റ്. ബട്ട് എൻകുങ്കുവിന് പൊച്ചറ്റിനോ പറഞ്ഞിട്ടുണ്ട് ഒരു 20, മിക്കവാറും ഒരു 30 മിനിറ്റ് ആയിരിക്കും ന്യൂകാസലിനെതിരെ കിട്ടാൻ പോകുന്നത്. പതുക്കെയാണ് ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന, യാതൊരു പ്രഷറും കൂട്ടാണ്ട് അവനെ പതുക്കെ ഒന്ന് ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാം. ലാവിയ പാർഷ്യൽ ടീം ട്രെയിനിങ്ങിലേക്ക് വന്നു. കാർണെ ചുക്വാമെക്കന്റെ ഒരു ഐഡിയ പോലും ഇല്ല അവൻ ചെക്കൻ എവിടെയാണെന്നുള്ളത്. ഇപ്പോഴും റീഹാബിലിറ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഓവറോൾ
ലെസ്ലി ഒഗോചുക്കു ഇതുപോലെ തന്നെ ഒന്ന് ചെറിയ ടീം ട്രെയിനിങ് അല്ല റീഹാബിലിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഔട്ട്സൈഡ് വി ഹാവ് എ ചാൻസ്. എൻസോ ഫെർണാണ്ടസ് ഉണ്ട് നമ്മുടെ ടീമിൽ. എൻസോ ഫെർണാണ്ടസിനാണ് കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. സോ എൻസോ ഫെർണാണ്ടസ്, കോർണർ ഗാലഹർ, കൈസഡോ ഇവരിൽ ഏതെങ്കിലും രണ്ടുപേരെ ഡബിൾ പിവറ്റ് കളിക്കും. ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് കൈസഡോ കോർണർ ആവണം. പിന്നെ ഐ വുഡ് സി സ്റ്റേർലിംഗ്, മുഡ്രിക്, ജാക്സൺ ആസ് വെൽ ആസ് കോൾ പാൽമർ. അതേ ഒരു ലൈനപ്പ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഇറങ്ങാൻ വേണ്ടിയിട്ട്. വലിയ വ്യത്യാസമല്ല. മാലോ ഗുസ്തോ ആണോ ദിസാസി ആണോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. സിൽവ ബാദിയേഷ്യൽ കോമ്പിനേഷൻ ആണോ ദിസാസി ബാദിയേഷ്യൽ കോമ്പിനേഷൻ ആണോ, അതും വേറൊരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് സ്വാഭാവികമായിട്ടും മാച്ച് കാണുന്നത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പ്രതീക്ഷയല്ല, അത്യാവശ്യം ഒരു ടാക്ടിക്കലി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ നമ്മൾ രണ്ടാം പകുതിയിൽ കളിച്ചതിന്റെ ഒരു കോൺഫിഡൻസിലാണ് കളി കാണാൻ പോകുന്നത്. ബട്ട് അഗൈൻ റിയാലിറ്റി ഈസ് റിയാലിറ്റി. ന്യൂ കാസിൽ ഒരു ഈസി ടീം അല്ല നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയായിട്ട്. ബട്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. എനിവേ, ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ്. എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ നിന്ന് ഇൻ ദ കോമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസി കാരൻ.